നമുക്കൊരു 1 ഡേ ട്രിപ്പിൽ കോതമംഗലത്തു നിന്നും കവർ ചെയ്യാവുന്ന 4 കിടിലൻ ലൊക്കേഷൻസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷനാണ് കാൽവരി മൗണ്ടൻ. കോതമംഗലത്ത് നിന്ന് ഒരു 2 മണിക്കൂർ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് ഈ കാൽവരി മൗണ്ടൻ. ഒരു തെളിഞ്ഞ ദിവസത്തെ കാൽവരി മൗണ്ടിൻ്റെ താഴേക്കുള്ള വ്യൂ ഇതുപോലെ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല കിഡിലൻ പിക്സ് കിട്ടും, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്, അടിപൊളിയായിരിക്കും ഇതുപോലെ തെളിഞ്ഞ ദിവസത്തെ വ്യൂ. പക്ഷെ എപ്പോഴും ഇതുപോലെ തെളിഞ്ഞ കാലാവസ്ഥയല്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നല്ല കോടയുള്ള കാലാവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇതുപോലെ ഈ ഒരു റിസർവോയറിൻ്റെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കോടയായിരിക്കും. താഴത്തേക്കുള്ള വ്യൂ ചിലപ്പോൾ മിസ്സാവും. പക്ഷേ കോടയുള്ളതും നല്ല സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ കാൽവരി മൗണ്ടിൽ നിന്ന് ഒരു 40 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അഞ്ചുരുളി. ഇത് ഇയ്യോബിൻ്റെ പുസ്തകം എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഭക്ഷണത്തിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് രാമക്കൽ മേടിനാണ് കേട്ടോ. കൊള്ളാം കൊള്ളാം. ഇവിടുത്തെ ഈ ഫോട്ടോ ഫ്രെയിംസും കാറ്റും എല്ലാം അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്, പക്ഷെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ പോകുന്നത് ചതുരംഗപ്പാറയിലേക്കാണ് കേട്ടോ. അവിടെ ജീപ്പ് വഴി ട്രക്ക് ചെയ്ത് 2 വ്യൂ പോയിൻറ്റ്സ് ആണുള്ളത്. ടൈം ലാപ്സ് ഇട്ട് പിടിച്ചാലോ? അപ്പൊ ഞങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ പിടിക്കും. ഇപ്പം ഇവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയതുകൊണ്ട്
ഏറ്റവും ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ ട്രക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ഈവനിങ് വ്യൂ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ താഴെയുള്ള ടൗണൊക്കെ ഫുൾ ലൈറ്റ്സായിട്ട് കാണാം. അതുകൂടാതെ നമ്മൾ ലാസ്റ്റ് ട്രക്കിംഗ് ആയതുകൊണ്ട് നമുക്കവിടെ ഒരു ക്യാമ്പ് ഫയർ പോലെയൊക്കെ നടത്താനൊക്കെ പറ്റി. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു